ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിറയെ മലയാള സിനിമകൾ ഉടലെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഴയ സിനിമകൾ മറന്നു പോകാറുണ്ട്, പലപ്പോഴും പഴയ സിനിമകൾ മറന്നു പോകാറുണ്ട്. എങ്കിൽ പഴയ സിനിമകളാണ് ഒട്ടനവധി മെച്ചപ്പെട്ട സിനിമകളെ നമുക്ക് മുമ്പിൽ കൊണ്ടുവന്ന് തരുന്നത്. അതിൽ ഉദാഹരണമായിട്ടുള്ള ഒരു സിനിമയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഏകദേശം റൊമാൻറ്റിക് ഡാർക്ക് ഫാൻറ്റസി ഹൊറർ ഫിലിമായിട്ടുള്ള ഒരു ചിത്രം. 2005 ഈ ചിത്രം റിലീസായിട്ടുള്ളത്. നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കാം ഈ ചിത്രം. ചിത്രത്തിൻ്റെ പേര് പൃഥ്വിരാജ് നായകനായി, മനോജ് കെ ജയൻ വില്ലനായി അഴിഞ്ഞാടുന്ന ഒരു മുഴുനീള എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു ഹൊറർ ചിത്രം. അത്യാവശ്യത്തിന് ഡാർക്ക് ഫാൻറ്റസി കോമഡികളൊക്കെ ഉണ്ടെങ്കിലും, ചെറിയ ചെറിയ രീതിയിലുള്ള കോമഡികളൊക്കെ ഉണ്ടെങ്കിലും അതിനെ മാറ്റി നിർത്തിയാൽ ഈ സിനിമ വളരെയധികം ഇൻട്രസ്റ്റോടു കൂടിയാണ് പോകുന്നത്. ദിഗംബരൻ എന്ന് പറയുന്ന ക്യാരക്ടർ ആർട്ടിനെ കുറച്ച് കട്ടിയായ പദപ്രദങ്ങളോടുകൂടി കാണിച്ചിട്ടുണ്ട്. ദിഗംബരൻ എന്ന് പറയുന്ന ക്യാരക്ടർ ആർച്ചാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സിനിമയിൽ. ദിഗംബരൻ മാടമ്പി തറവാട്ടിനെ നശിപ്പിക്കുവാനും അതുപോലെ തന്നെ നാഗമാണിക്യം സ്വന്തമാക്കുക, ഈ 2 ലക്ഷ്യത്തോടു കൂടി നടക്കുന്ന വില്ലൻ. അനന്തൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഈ മാടമ്പി തറവാട്ടിലോട്ട് കടന്നു വരുന്നതും അത് കഴിഞ്ഞ് ഈ കഥയിൽ എന്ത് സംഭവിച്ചു, അതുപോലെ തന്നെ ദിഗംബരന് മറ്റൊരു ശക്തി, അല്ലെങ്കിൽ ദിഗംബരൻ്റെ മാന്ത്രിക ശക്തികളിൽ ഒന്നായ പ്രവേശം. ഈ ശക്തി ഉപയോഗിച്ച് അനന്തനെ എങ്ങനെ മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളതും ഈ സിനിമയിലെ മറ്റൊരു കണ്ടന്റാണ്. ഈ ഇൻ്റർവെല്ലിന് ശേഷം പിന്നെ അങ്ങോട്ട് നമ്മൾ മുഖ്യധാരയായി കാണുന്നത് ദിഗംബരൻ്റെ ക്യാരക്ടർ ആർട്സാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയെ എനിക്ക് ഒരു ക്യാരക്ടർ ആർട്സുള്ള ഒരു സിനിമയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ സിനിമ. ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു ഈ സിനിമ. നിങ്ങൾ ഈ സിനിമ കാണുക. നിങ്ങൾ കണ്ട ശേഷം നിങ്ങൾ വിലയിരുത്തുക ഈ സിനിമ എങ്ങനെയാണെന്ന്. കാണാത്തവർ ഈ സിനിമ കാണുവാൻ നോക്കുക. കാരണം നല്ലൊരു സിനിമയാണ്. നിങ്ങൾ പണ്ടത്തെ സിനിമയാണെന്ന് പറഞ്ഞ് കളഞ്ഞ് കുളിക്കരുത് ഈ സിനിമയെ. പിന്നെ കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എൻ്റെ അടുത്തടുത്തുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഒന്ന് പറയാനുള്ളത്, എത്രത്തോളം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ, നൈസ് ടു മീറ്റ് യു ആൻഡ് ഗുഡ് ബൈ.